ഇന്ന് ഇന്ത്യയാകെ ഭയപ്പാടിലാണ്. കാരണം ഛത്തീസ്ഗഡിലുണ്ടായ 2 മലയാളി കന്യാസ്ത്രീമാർ, ഒരാൾ എൻ്റെ പഴയ ഇരിക്കൂർ മണ്ഡലത്തിലെ സിസ്റ്റർ വന്ദന, അതുപോലെ മറ്റൊരാൾ വേറെ സിസ്റ്റർ, 2 പേരെ 4 ദിവസമായി ജയിലിലാണ്. അവരൊക്കെ ഒരു കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്, ഇല്ലാത്ത കുറ്റം പറഞ്ഞുകൊണ്ട്. ചെറിയ വകുപ്പിട്ട് കേസെടുത്തു. പിന്നീട് ആ വകുപ്പ് ജാമ്യം കൊടുക്കേണ്ടെന്ന് ബോധ്യമായപ്പോൾ വകുപ്പ് മാറ്റി മതം മാറ്റം ആക്ഷേപിക്കുന്നു. അപ്പോൾ പാവപ്പെട്ട സിസ്റ്റേഴ്സ്, നമുക്കറിയാമല്ലോ, ഈ മേഴ്സി ഹോം ആണെങ്കിലും കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള കാരുണ്യ സ്ഥാപനം നടത്തുന്ന സിസ്റ്റേഴ്സാണ്. അവരുടെ നല്ല മനസ്സാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അവർ ചെയ്യുന്ന നന്മ തിരിച്ചറിയാതെ അവരെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നു. അവർ കള്ളക്കേസെടുക്കുന്നു. ഇന്ന് പാർലമെൻറ്റിലും ബഹളമായിരുന്നു ഈ രാവിലെ മുതൽ. പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കി ചർച്ച ആവശ്യപ്പെട്ടു, ചർച്ച സമ്മതിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ സംഘം ഡൽഹി അവിടെ അങ്ങോട്ട് ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് രാജ്യമാകെ ഭയപ്പാടിലാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, വിശ്വസിക്കാനുള്ള അവകാശങ്ങളില്ല, പൗരസ്വാതന്ത്ര്യമില്ല, അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, മതവിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കഴിയുമ്പോൾ തീർച്ചയായും നമുക്കത് പ്രതിഷേധാത്മകമാണ്. ഇന്ത്യയിലെ മതേതര സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്. ഒരു 4 ദിവസമായിട്ട് ജയിലിലാണ്. ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ആവർത്തിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ വാർത്തയെന്ന് വായിച്ചു. വളരെ ബോധപൂർവമായിട്ടുള്ള അജണ്ടയാണിത്, RSSൻ്റെ അജണ്ടയാണിത്. പട്ടിയെ തല്ലിക്കൊല്ലാൻ പേപ്പട്ടിന്ന് വിളിക്കുന്ന പോലെ അവരുടെ പേര് ആദ്യം കേസെടുത്തു. ആ കേസെടുത്താൽ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പായിട്ടേക്കുന്നത്. പിന്നെ നോൺ ബെയിലബിൾ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുകയാണ്, ബജരംഗ് ദൾ ഈ മുഴുവൻ സംഭവത്തിന് പിന്നെ ബജരംഗ് ദളാണ്, BJPയുടെ സംഘടനയാണത്. മുഖ്യമന്ത്രി പറയുന്നത് ഈ സംഘടന പറയുന്നതാണ് ശരി. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് സർക്കാർ ഭരിക്കുന്നത്? മൈനോറിറ്റീസിനെ മുഴുവൻ അമർത്തി ചെയ്യാൻ നോക്കുകയാണ്, ഓരോ കാരണം പറഞ്ഞുകൊണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സംഭാവനയാണ് മതേതരമായ ഒരു ഇന്ത്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലമുള്ള സംഭാവനയാണ് മതേതര ഇന്ത്യ, സെക്കുലർ ഇന്ത്യ. ഭരണഘടന അടിസ്ഥാന പ്രമാണമാണത്. പക്ഷെ ഭരണഘടനയെ നശിപ്പിക്കുന്നു, പിച്ചു ചിന്തുന്നു, മൈനോറിറ്റീസിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. എന്ത് വില കൊടുത്തും ഇതിനുവേണ്ടി പോരാടുവാൻ കോൺഗ്രസ് മുൻപന്തിയിലുണ്ടാകും. ഇത് പാർലമെൻറ്റിൽ വിഷയം ഉന്നയിച്ചു. കോൺഗ്രസ് എംപിമാർ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ട്. ഇതിലൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. ഈ നടപടി പിൻവലിക്കാതെ, അവരെ മോചിപ്പിക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയില്ല. ഇതിൻ്റെ പ്രതിഷേധ പരിപാടികളെല്ലാം ഇന്ന് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ മുഴുവനുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധ പരിപാടി, ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധ പരിപാടി വെച്ചിട്ടുണ്ട്, കോട്ടയത്തുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. കാരണം ഇതൊരു ഒരു ജനവികാരമാണിത്, ഒരു സമുദായത്തിൻ്റെ കാര്യമല്ല. മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഭരണഘടന വാഗ്ദാനം ചെയ്ത അവകാശമാണ്. അത് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു. അതൊരിക്കലും ഇന്ത്യ നടക്കില്ല. നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ബൈബിളും നമ്മുടെ ഖുറാനും നമ്മുടെ ഗീതയൊക്കെ ഇന്ത്യൻ ഭരണഘടനയാണ്. അത് ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകും.